ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് തക്കാളി കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കറികൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ട തക്കാളി വേണം. ഒരു 5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. പിന്നെ കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അത് നല്ലോണം കൂട്ടി കുഴയ്ക്കണം. അത് നല്ല രീതിയിൽ സ്മാഷ് ആവണം. ഓക്കെ, നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ കൊണ്ട് അത് നല്ല രീതിയിലൊന്ന് സ്മാഷ് ആക്കി എടുക്കുക. എണ്ണ നല്ല രീതിയിൽ ചൂടായി. ഇനി നമുക്ക് കടുകിടാം. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളി വേണം. ഒരു 10-20 വെളുത്തുള്ളി 2ആയി കീറി വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്ത് ആഡ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് നമുക്ക് ഇതിനകത്തിടാം. പിന്നെ ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില വേണം, പിന്നെ കരിവേപ്പില വേണം. ഓക്കെ, ഇത്രയും പച്ചക്കറികൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. തക്കാളി, ഈ പറഞ്ഞ പച്ചക്കറികൾ. ഓക്കെ, ഇത് നല്ല രീതിയിൽ വഴണ്ട് വരണം. അപ്പോൾ ഇതാണ് ഈ കറിയുടെ മെയിൻ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കരിയാനും പാടില്ല, അതേപോലെ വേകാതിരിക്കാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവലിൽ നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ ഇതേ രീതിയിൽ കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് വഴണ്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച തക്കാളി അതിൻ്റെ ചാറും എല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കറിയുടെ മെയിൻ പ്രോസസ്സ്. കഴിഞ്ഞ് ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. സ്വാദിഷ്ടമായ ഇൻസ്റ്റൻറ്റ് തക്കാളി കറി റെഡിയാവും. അപ്പോൾ നമുക്ക് ഗ്യാസിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയം കൊണ്ട് ആവുന്നതും ചിലവ് കുറച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ ഇതാണ് തക്കാളി കറി, സ്വാദിഷ്ടമായിട്ടുള്ളൊരു തക്കാളി കറി. അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈൽ ഇതിനെ തക്കാളി ഗൊജ്ജ് എന്നാണ് പറയുക. തക്കാളി ഗൊജ്ജ് അല്ലെങ്കിൽ ടൊമാറ്റോ ഗൊജ്ജ് എന്നൊക്കെയാണ് നമ്മൾ ബാംഗ്ലൂരിൽ പറയുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലായി എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.